ശിർക്ക് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതൊക്കെ സഹീഹിലുള്ളതായ ഹദീസാണ്. ആരെങ്കിലും റമളാനിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി, അഥവാ സത്യവിശ്വാസിയായിട്ടായിരിക്കണം. പരലോകത്തിൽ പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസം മാത്രമല്ല, അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അവിടെ പറയുന്നത്. അഥവാ ശിർക്ക് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമല്ല. അതാണ് ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നോമ്പ് പിടിക്കേണ്ടത്. അപ്രകാരം തന്നെ മൻ ഖാമ റമളാന, ഒരാൾ റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ, രാത്രി ഹയാത്താക്കിയാൽ, ഈമാനൻ വഹ്തിസാബൻ, അത് സത്യവിശ്വാസിയായിട്ട് ശിർക്ക് ചെയ്യാത്ത ആളായിട്ട് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നിട്ട് കൂലിയെ പ്രതീക്ഷിച്ചിട്ട് ഈ നിബന്ധനയോടുകൂടി ചെയ്താൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞ സർവ്വ പാപങ്ങൾ പുറത്തു മാഫി ചെയ്ത് കൊടുക്കുന്നതാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു. ജീവിതം മുഴുവനും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി അറുത്ത്, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിച്ചിട്ട് ഇഷ്ടാനുസരണം ബഹുഭൂരിപക്ഷം കാട്ടല്ലേ, കൈയിടി കേൾക്കുന്ന ആ തത്വമല്ലേ, അതിന്റെ പിന്നിലാണ് നരക്കാം എന്ന തത്വത്തിൽ കൂടി തോന്നിവാസം വേണ്ടതുപോലെ ചെയ്ത്, അനാചാരം ചെയ്ത്, ബിദ്അത്ത് ചെയ്ത്, ശിർക്ക് ചെയ്ത്, എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം വേണമെങ്കിൽ തൗബ ചെയ്ത് കളയാമെന്ന് വെച്ചാലോ, ആ സന്ദർഭത്തിലുള്ള തൗബയെ അവൻ നിട്ടുള്ള സ്വീകരിക്കുക തന്നെയില്ല. അപ്പോൾ ശിർക്ക് ചെയ്യുന്നവൻ, തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാത്തവൻ, തോന്നിയ പോലെ കണ്ടതും കേട്ടതും പൂജിക്കുന്നവർ, കണ്ടതിനെയും കേട്ടതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മരിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന കണ്ടാലും അവന്റെ തൗബ സ്വീകരിച്ചു എന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല. കാരണം അവൻ ആ ഗർഗറത്തിന്റെ ഹാലത്തിന് മുമ്പ് പറയേണ്ടതായിരുന്നു, അത് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതായിരുന്നു തൗബ. എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതായിരുന്നു.